വർഷങ്ങൾക്ക് മുൻപ് അടഞ്ഞ അധ്യായം എന്ന് കരുതിയ വിഷയം ഇപ്പോൾ വീണ്ടും ചർച്ചയാകുന്നതിന്റെ അസ്വാഭാവികത ഊഹിക്കാവുന്നതേയുള്ളൂ. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന നേരത്തുള്ള ഈ പൊട്ടിക്കൽ അത് കോൺഗ്രസിനെ തകർക്കാൻ തന്നെയുള്ളതായിരുന്നു. മാങ്കൂട്ടം തെറ്റുകാരനാണെന്ന് തെളിഞ്ഞ സ്ഥിതിക്ക് കൂടുതൽ ന്യായീകരിക്കാൻ നിൽക്കുന്നില്ല. പക്ഷേ പറയേണ്ടത് പറയാതിരിക്കാനും പറ്റില്ലല്ലോ. ഏറ്റവും നിർണായകമായ വെളിപ്പെടുത്തൽ പരാതിക്കാരായ യുവതിയെക്കുറിച്ചുള്ള വിവരങ്ങളാണ്. യുവതിയുടെ മേൽ കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടായിരുന്നുവെന്നും അവർക്ക് പരാതിയുമായി മുന്നോട്ട് പോകുവാൻ താല്പര്യമുണ്ടായിരുന്നില്ല എന്നുമാണ് വിവരം. റിപ്പോർട്ടർ ചാനലിലെയും ന്യൂസ് മലയാളത്തിലെയും 2 വനിതാ മാധ്യമപ്രവർത്തകരാണ് യുവതിയുടെ അനുവാദമില്ലാതെ ഈ വിവരങ്ങൾ പുറത്തുവിട്ടത് എന്ന ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇവരുടെ സുഹൃത്തുക്കളായിരുന്നുവെന്നും യുവതിയുടെ അനുവാദമില്ലാതെയാണ് ഇവർ മാധ്യമങ്ങൾ വഴി ഇതെല്ലാം പ്രചരിപ്പിച്ചത് എന്നുമാണ് ഇപ്പോൾ ഉയരുന്ന വാദം. യുവതി വാദത്തിലേക്ക് തള്ളിവിട്ടത് ഇവരാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഇവിടെയാണ് CPM-ൽ നിന്നും കോൺഗ്രസിലേക്ക് കയറിയ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ വാക്കുകൾക്ക് ഏറെ പ്രശസ്തി നേടുന്നത്. മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉണ്ടോ എന്ന് ചോദിച്ച റിപ്പോർട്ടർ ചാനലിലെ ലേഡി റിപ്പോർട്ടർ തന്നെ വിളിച്ചിരുന്നു എന്ന് അവർ പറഞ്ഞിരുന്നു. ശബരിമല വിഷയത്തിൽ പ്രതിരോധത്തിലായ CPM-ന്റെ രാഷ്ട്രീയ താല്പര്യമാണ് ഈ നീക്കത്തിന് പിന്നിലെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാറ്റിവെച്ച ബോംബാണ് ഇപ്പോൾ പുറത്തുവിട്ടത് എന്നും വിമർശനങ്ങളുണ്ട്. യുവതിയെ പിന്തുണച്ചുകൊണ്ട് ചിലർ എഴുതിയ കുറിപ്പുകൾ പോലും രാഹുലിന്റെ സൃഷ്ടിയാണെന്നും യുവതി തെറ്റിദ്ധരിച്ചു. രാഷ്ട്രീയ സമ്മർദ്ദം അതിജീവിക്കാൻ കഴിയാതെയാണ് ഒടുവിൽ അവർ മുഖ്യമന്ത്രിയെ കണ്ട പരാതി നൽകാൻ നിർബന്ധിതരായത്. കൂടാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ താൻ പരിചയപ്പെട്ടത് ആദ്യ വിവാഹ ബന്ധം ഒഴിഞ്ഞ ശേഷമാണ് എന്ന പരാതിക്കാരെ യുവതി പറയുന്നത്. 2024 ഓഗസ്റ്റ് 22-നായിരുന്നു തന്റെ വിവാഹം നടന്നത് എന്ന യുവതിയുടെ മൊഴിയിൽ പറയുന്നുണ്ട്. 4 ദിവസം മാത്രമാണ് ഒന്നിച്ച് ജീവിച്ചത് എന്നും 1 മാസത്തിനുള്ളിൽ ഈ ബന്ധം ഒഴിഞ്ഞുവെന്നും യുവതി പറഞ്ഞത് സന്ദീപ് വാര്യർ കഴിഞ്ഞ ദിവസം പൊളിച്ചടക്കിയിരുന്നു. അവരുടെ വിവാഹബന്ധം 4 ദിവസം മാത്രമേ നീണ്ടുന്നുള്ളൂ എന്ന പെൺകുട്ടിയുടെ ഉന്നയിച്ച വാദം ശരിയല്ല. മാസങ്ങളോളം അവർ തിരുവനന്തപുരത്ത് ഒരുമിച്ചുണ്ടായിരുന്നു. ഇത് സത്യമാണ്, ഇത് എനിക്ക് അറിയാവുന്നതാണ്. മാത്രമല്ല അവരിപ്പോഴും വിവാഹമോചിതരല്ല എന്നുകൂടി സന്ദീപ് വാര്യർ വ്യക്തമാക്കി. ഗുരുവായൂരിൽ താലി കെട്ടി തുടങ്ങിയ ബന്ധം തലസ്ഥാനത്ത് ഏറെ നാളെ താമസിച്ചതിന് ശേഷമാണ് മുന്നോട്ട് പോയത്. പിന്നീട് അത് വെറും 4 ദിവസം മാത്രമാണ് എന്ന് പറയുന്നതിലെ പൊരുത്തക്കേട് മനസ്സിലാകുന്നില്ല എന്നും സന്ദീപ് പറഞ്ഞു കഴിഞ്ഞു. അറിയാവുന്ന ഇത്രയും സത്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ കുറ്റബോധം തന്നെ വേട്ടയാടുമെന്നും അതുകൊണ്ട് മാത്രം പറഞ്ഞതാണെന്നും സന്ദീപ് പറയുന്നുണ്ടായിരുന്നു. വിവാഹിതയായിരിക്കെ രാഹുലുമായി ബന്ധമുണ്ടാക്കിയെന്ന തരത്തിലുള്ള ചില പ്രചാരണങ്ങൾക്കിടയിലാണ് യുവതിയുടെ മൊഴി വന്നത്. യുവതി വിവാഹിതയാണെന്ന് അറിഞ്ഞാണ് അടുപ്പം തുടങ്ങിയതെന്നും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യ ഹർജിയിൽ സമ്മതിച്ചിട്ടുണ്ട്. ഭർത്താവ് ഗാർഹിക പീഡനത്തിന് ഇരയാക്കുന്നുവെന്ന് യുവതി പറഞ്ഞുവെന്നും ഇതേ തുടർന്നുണ്ടായ അനുകമ്പയാണ് സൗഹൃദമായി വളർന്നത് എന്നും രാഹുൽ ഹർജിയിൽ വ്യക്തമാക്കി. അതേസമയം യുവതി ഭർത്താവിനൊപ്പമായിരുന്നു താമസമെന്നും ഗർഭിണിയായതിന്റെ ഉത്തരവാദിത്തം ഭർത്താവിനാണെന്നും രാഹുലിന്റെ ജാമ്യ ഹർജിയിൽ പറയുന്നുണ്ട്. എന്നാൽ ഇവിടെയാണ് താൻ 4 ദിവസം മാത്രമാണ് ഭർത്താവിന്റെ കൂടെ ജീവിച്ചത് എന്ന യുവതിയുടെ മൊഴി പൊളിഞ്ഞു വീണത്. അന്വേഷണം പ്രഖ്യാപിച്ച ഈ കേസ് ഇപ്പോൾ CPM-ന് തന്നെ തിരിച്ചടിയാകുമോ എന്ന ചോദ്യവും ഉയരുകയാണ്. യുവതിയെ സ്വാധീനിച്ചുവെന്ന് ആരോപിക്കപ്പെടുന്ന മാധ്യമപ്രവർത്തകരുടെ ഭാഗം ഇനി എന്തായിരിക്കും? കേരള രാഷ്ട്രീയം അത് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. കേൾക്കാനായി